ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ HSA സോഷ്യൽ സയൻസിൻ്റെ പൊളിറ്റിക്സിൽ നിന്നും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പൊതുഭരണം എന്ന് പറയുന്ന, ആദ്യം നമ്മൾ പൊതുഭരണത്തിലേക്കാണ് പോകുന്നത്. പൊതുഭരണം, അഡ്മിനിസ്ട്രേഷൻ എന്നൊരു വാക്കിൻ്റെ ഉത്ഭവം മിനിസ്റ്റർ എന്നീ ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ അത് പൊതുഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഉത്ഭവം ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് വരുന്നത്. അത് മിനിസ്റ്റർ എന്നീ രണ്ട് ലാറ്റിൻ വാക്കിൽ നിന്നാണ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു പദം ഉത്ഭവിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ എന്ന വാക്കിന് അർത്ഥം എന്താണ്? സേവനം ചെയ്യുക എന്നുള്ളതാണ്. ലളിതമായ ഭാഷയിൽ കാര്യങ്ങളുടെ നടത്തിപ്പെന്നോ ജനങ്ങളുടെ സംരക്ഷണം എന്നൊക്കെ ആ ഒരു മിനിസ്റ്റർ എന്നൊരു വാക്കിന് അർത്ഥമുണ്ട്. പൊതുഭരണം എന്ന വിഷയത്തിന്റെ വളർച്ചയും വികാസവും തുടങ്ങുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുഭരണത്തിന്റെ പിതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്നത് വുഡ്രോ വിൽസണെയാണ്. വുഡ്രോ വിൽസനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടും പഠിച്ചിട്ടുമുള്ളതാണ്. അദ്ദേഹത്തെയാണ് അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുഭരണത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പൊതുഭരണത്തിന്റെ പിതാവ് എന്ന നിലയിൽ അറിയപ്പെടുന്നത് വുഡ്രോ വിൽസൺ ആണെന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. 1887 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് പൊതുഭരണത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്ന കൃതി. അത് ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരുടേതാണ്? വുഡ്രോ വിൽസന്റെ കൃതിയാണ്, ടെക്സ്റ്റാണ് പൊതുഭരണത്തെക്കുറിച്ചുള്ള പഠനം. ഇപ്പൊ പൊതുഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വുഡ്രോ വിൽസൺ ആണ്. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റാണ് 1887 ഇറങ്ങിയ പൊതുഭരണത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്ന ടെക്സ്റ്റ്. പൊതുഭരണത്തെക്കുറിച്ചിട്ടുള്ള ആധികാരിക ഗ്രന്ഥം, ലോകത്ത് തന്നെ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം LD വൈറ്റ് എന്ന് പറയുന്ന ഒരു ആളുടെയാണ്. അത് പൊതുഭരണത്തെക്കുറിച്ചുള്ള പഠനത്തിനൊരു മുഖപുര എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. 1926 അദ്ദേഹം ആ ഒരു ടെക്സ്റ്റ് എഴുതുന്നത്. പൊതുഭരണത്തെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് LD വൈറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ്. 1926 അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിന്റെ പേരാണ് പൊതുഭരണത്തെക്കുറിച്ചുള്ള പഠനത്തിനൊരു മുഖപുര. നിശ്ചിതമായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആളും അർത്ഥവും സംഘടിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഭരണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് നിഗ്രോ. ഇതെല്ലാം നമ്മുടെ പൊതുഭരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറയുന്നതാണ്. നിശ്ചിതമായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആളും അർത്ഥവും സംഘടിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഭരണം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? നിഗ്രോ എന്ന് പറയുന്ന വ്യക്തിയാണ്. നിയമങ്ങളുടെ ക്രമാനുഗതവും വിശദവുമായ പ്രയോഗമാണ് ഭരണമെന്ന് പൊതുഭരണത്തെ വിശേഷിപ്പിച്ചത് നമ്മുടെ വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസനെ കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞു. വുഡ്രോ വിൽസൺ, അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിന്റെ പേരാണ് പൊതുഭരണത്തെക്കുറിച്ചുള്ള പഠനം, അല്ലെ? 1887 വുഡ്രോ വിൽസൺ പൊതുഭരണത്തെക്കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയത്. അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പൊതുഭരണത്തിന്റെ പിതാവ് എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. അപ്പം വുഡ്രോ വിൽസൺ പറഞ്ഞിട്ടുള്ള ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ പൊതുഭരണവുമായി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ്: നിയമങ്ങളുടെ ക്രമാനുഗതവും വിശദവുമായ പ്രയോഗം എന്ന് പൊതുഭരണത്തെക്കുറിച്ച് പറഞ്ഞത് ആരാണ്? അത് വുഡ്രോ വിൽസൺ ആണ്. നിയമങ്ങളുടെ ക്രമാനുഗതവും വിശദവുമായ പ്രയോഗം ആര് പറഞ്ഞു? വുഡ്രോ വിൽസൺ പറഞ്ഞു. ഓക്കെ, സങ്കുചിതമായ അർത്ഥത്തിൽ ഗവൺമെന്റിന്റെ കാര്യനിർവഹണ ശാഖയുമായി മാത്രമേ പൊതുഭരണത്തിന് ബന്ധമുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ പൊതുഭരണത്തിന് പ്രധാനമായിട്ടും കാര്യനിർവഹണ ശാഖയുമായിട്ടാണ് പ്രധാനമായിട്ടും പൊതുഭരണത്തിന് ബന്ധമുള്ളത്. ഒരു ഗവൺമെന്റിന്റെ കാര്യനിർവഹണ ശാഖയുമായിട്ടാണ് മാത്രമേ എന്തെന്നുള്ളൂ, പൊതുഭരണത്തിന് പ്രധാനമായിട്ടും ഒരു ബന്ധമുള്ളൂ. ഈ പൊതുഭരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ലൂതർ ഗുള്ളിക്ക് നടത്തിയ പഠനം പോസ്റ്റ് കോർബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ലൂതർ ഗുള്ളിക്ക് നടത്തിയ പഠനത്തെ അറിയപ്പെടുന്നത് പോസ്റ്റ് കോർബ് എന്നാണ്. ലൂതർ ഗുള്ളിക്കിന്റെ പോസ്റ്റ് കോർബ് എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ P എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്, P ഫോർ പ്ലാനിങ് ആണ്, O എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആണ്, S മീൻസ് സ്റ്റാഫിങ്, നിയമനം എന്നാണ്, D മീൻസ് ഡയറക്റ്റിംഗ്, നിർദ്ദേശം എന്നാണ്, Co എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, സംയോജനം. അതേപോലെ R മീൻസ് റിപ്പോർട്ടിംഗ് ആണ്, B എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ആ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം. അത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പോസ്റ്റ് കോർബുമായി ബന്ധപ്പെട്ട് P എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ O എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. പൊതുഭരണം എന്ന വിഷയത്തെക്കുറിച്ചിട്ടുള്ള ലൂതർ ഗുള്ളിക്കിന്റെ പഠനത്തെ അറിയപ്പെടുന്നത് പോസ്റ്റ് കോർബ് എന്ന് അറിയപ്പെടുന്നു. അതിൽ P എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്, O എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആണ്,
എസ് സ്റ്റാഫിങ്, അതേപോലെ ഡി ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ, ആറ് റിപ്പോർട്ടിംഗ്, ബി ബഡ്ജറ്റിംഗ്. പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ പൊതുഭരണവുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യത്തിലേക്ക് വരുമ്പം പുതിയ പൊതുഭരണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടത്തെ 1970 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തെയാണ് പുതിയ പൊതുഭരണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. പുതിയ പൊതുഭരണം എന്നൊരു ഘട്ടത്തിന്റെ ആവിർഭാവത്തെ ഒരു കോൺഫറൻസുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് മിന്നോ ബ്രേക്ക് കോൺഫറൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. മിന്നോ ബ്രേക്ക് കോൺഫറൻസ് 1968. പുതിയ പൊതുഭരണം എന്നൊരു ഘട്ടത്തിന്റെ ആവിർഭാവം ഈ ഒരു കോൺഫറൻസോട് കൂടിയാണ് വരുന്നത്. മിന്നോ ബ്രേക്ക് കോൺഫറൻസ് 1968. ഈ 1968 നടന്ന മിന്നോ ബ്രേക്ക് കോൺഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പുതിയ പൊതുഭരണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1970 മുതൽ 90 വരെ എന്ന് നമ്മൾ പറഞ്ഞത്. പൊതുഭരണത്തെ സമൂഹവുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഒരു മിന്നോ ബ്രേക്ക് കോൺഫറൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പൊതുഭരണത്തെ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ ഒരു മിന്നോ ബ്രേക്ക് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂല്യബോധത്തിന് പ്രാധാന്യം നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. മൂല്യബോധത്തിന് പ്രാധാന്യം നൽകുക എന്നായിരുന്നു. അപ്പോൾ പുതിയ പൊതുഭരണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1970 മുതൽ 1990 വരെയാണ്. പുതിയ പൊതുഭരണം എന്ന ഘട്ടത്തിന്റെ ആവിർഭാവം ഏത് കോൺഫറൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിന്നോ ബ്രേക്ക് കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1968 മിന്നോ ബ്രേക്ക് കോൺഫറൻസ് വരുന്നത്. 1970 മുതൽ 1990 വരെ പുതിയ പൊതുഭരണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. പൊതുഭരണത്തെ സമൂഹവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഒരു മിന്നോ ബ്രേക്ക് കോൺഫറൻസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? മൂല്യബോധത്തിന് പ്രാധാന്യം നൽകുക എന്നതായിരുന്നു. അപ്പോൾ പൊതുഭരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ലൂതർ ഗുള്ളിക്ക് നടത്തിയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പോസ്റ്റ് കോർബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം നിയമങ്ങളുടെ ക്രമാനുഗതവും വിശദവുമായ പ്രയോഗം എന്ന് പൊതുഭരണത്തെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? അത് വുഡ്രോ വിൽസൺ ആയിരുന്നു. നിശ്ചിതമായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ആളും അർത്ഥവും സംഘടിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഭരണം എന്ന് പറയുന്നത് ആരായിരുന്നു? അത് നിഗ്രോ ആയിരുന്നു, അല്ലെ? ഇനി നമുക്ക് ഈ ഓർഗനൈസേഷന്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് ഓർഗനൈസേഷന്റെ തത്വങ്ങൾ ഒന്നാമത് വരുന്നതാണ് അധികാര ശ്രേണി. അധികാര ശ്രേണി നമുക്ക് ഹയറാർക്കിക്കൽ ഓർഡറിലാണ് അങ്ങനെ അത് പോകുന്നത്, അധികാര ശ്രേണി വരുന്നത്. രണ്ടാമത്തെ ഒരു തത്വം എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. സമാന നിർദ്ദേശകം എന്ന് പറയും. യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു ജീവനക്കാരൻ ഒരു മേധാവിയിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളാണ് സമാന നിർദ്ദേശകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷന്റെ തത്വങ്ങളിൽ ഒന്നാമത്തേതാണ് അധികാര ശ്രേണി എന്ന് പറയുന്നത്. രണ്ടെന്താണ്? സമാന നിർദ്ദേശകം, യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു ജീവനക്കാരൻ ഒരു മേധാവിയിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ, അതാണ് സമാന നിർദ്ദേശകം. 3 സ്പാൻ ഓഫ് കൺട്രോൾ, നിയന്ത്രണ വ്യാപ്തി അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ. ഒരു ഭരണകർത്താവിനെ വ്യക്തിപരമായി നിയന്ത്രിക്കുവാൻ കഴിയുന്ന യൂണിറ്റുകളുടെയോ കീഴ് ജീവനക്കാരുടെയോ എണ്ണമാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു ഭരണകർത്താവിന് വ്യക്തിപരമായി നിയന്ത്രിക്കുവാൻ കഴിയുന്ന യൂണിറ്റുകളുടെയോ കീഴ് ജീവനക്കാരുടെ എണ്ണത്തെയാണ് നിയന്ത്രണ വ്യാപ്തി അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേലധികാരികളുടെ വ്യക്തിത്വം, കീഴ് ജീവനക്കാരുടെ സ്വഭാവദാർഢ്യം, ഓർഗനൈസേഷന്റെ പ്രായം, ചുറ്റുപാട് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ നിയന്ത്രണ വ്യാപ്തി എന്ന് പറയുന്നത്. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? മേലധികാരികളുടെ വ്യക്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ് സ്പാൻ ഓഫ് കൺട്രോൾ എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. കീഴ് ജീവനക്കാരുടെ സ്വഭാവദാർഢ്യം എങ്ങനെയാണ്, ഓർഗനൈസേഷന്റെ പ്രായം എന്താണ്, അവന്റെ ചുറ്റുപാട്, ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഒരു സ്പാൻ ഓഫ് കൺട്രോൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഒരു ഭരണകർത്താവിന് വ്യക്തിപരമായി നിയന്ത്രിക്കുവാൻ കഴിയുന്ന യൂണിറ്റുകളുടെ കീഴ് ജീവനക്കാരുടെ എണ്ണത്തെയാണ് നിയന്ത്രണ വ്യാപ്തി അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നിയന്ത്രണ വ്യാപ്തിക്ക് ചില പരിമിതികളുമുണ്ട്. ഇത് ശ്രദ്ധയുടെ വ്യാപ്തി അല്ലെങ്കിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന മാനസിക പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ സ്പാൻ ഓഫ് കൺട്രോളിന് ഉള്ള ഒരു പരിമിതിയാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധയുടെ വ്യാപ്തി എന്ന് പറയുന്നത്. ശ്രദ്ധയുടെ വ്യാപ്തിയാണ് യഥാർത്ഥത്തിൽ നിയന്ത്രണ വ്യാപ്തിയുടെ അടിസ്ഥാനമെന്നും മനസ്സിലാക്കുക. ഈ സ്പാൻ ഓഫ് അറ്റൻഷൻ ആണ് സ്പാൻ ഓഫ് കൺട്രോളിന്റെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഈ 3 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓർഗനൈസേഷന്റെ പ്രിൻസിപ്പലിനകത്ത് വരുന്നത് അധികാര ശ്രേണി, അതേപോലെ സമാന നിർദ്ദേശകം, യൂണിറ്റി ഓഫ് കമാൻഡ്, ഒരു ജീവനക്കാരൻ ഒരു മേധാവിൽ നിന്ന് മാത്രമേ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. നിയന്ത്രണ വ്യാപ്തി, സ്പാൻ ഓഫ് കൺട്രോൾ, ഒരു ഭരണകർത്താവിന് വ്യക്തിപരമായി നിയന്ത്രിക്കാൻ കഴിയുന്ന യൂണിറ്റുകളുടെയോ കീഴ് ജീവനക്കാരുടെ എണ്ണമോ ആണിത്. മേലധികാരികളുടെ വ്യക്തിത്വം,
കീഴ് ജീവനക്കാരുടെ സ്വഭാവദാർഢ്യം, ഓർഗനൈസേഷന്റെ പ്രായം, ചുറ്റുപാട് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നതാണ് നിയന്ത്രണ വ്യാപ്തി. നിയന്ത്രണ വ്യാപ്തിക്ക് ചില പരിമിതികളുണ്ട്. അത് ശ്രദ്ധയുടെ വ്യാപ്തി, സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന മാനസിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ ശ്രദ്ധയുടെ വ്യാപ്തിയാണ് യഥാർത്ഥത്തിൽ നിയന്ത്രണ വ്യാപ്തിയുടെ അടിസ്ഥാനം. ഇനി നമ്മുടെ ആ ഒരു സിലബസിൽ പറയുന്ന ഡെലിഗേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഡെലിഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം അനുവദിക്കുക അല്ലെങ്കിൽ നൽകുക എന്നതൊക്കെയാണ് ഡെലിഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം. അതായത് നേതാവ് മറ്റുള്ളവർക്ക് ജോലിയുടെയോ അധികാരത്തിന്റെയോ രൂപത്തിൽ ചില ചുമതലകൾ അനുവദിച്ചു കൊടുക്കുന്നു. സ്വന്തമായി പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും വിഭവശേഷി ആവശ്യപ്പെടാനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ശരിയായി നിർവഹിക്കാനുമുള്ള അധികാരം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നൽകുന്നതാണ് നിയുക്താധികാരം എന്ന് പറയുന്നത്. ഡെലിഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അനുവദിക്കുക അല്ലെങ്കിൽ നൽകുക. ഒരു നേതാവ് മറ്റുള്ളവർക്ക് ജോലിയുടെയോ അധികാരത്തിന്റെയോ രൂപത്തിൽ ചില ചുമതലകൾ അനുവദിച്ചു കൊടുക്കുന്നു. അതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സ്വതന്ത്രമായി പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും വിഭവശേഷി ആവശ്യപ്പെടാനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ശരിയായിട്ട് നിർവഹിക്കാനുമുള്ള അധികാരം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് നൽകുന്നതിനെയാണ് നിയുക്താധികാരം എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന ഒരു കാര്യമാണ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ബ്യൂറോക്രസി എന്നാൽ എന്താണ്? ഈ എഴുത്തുമേശ അല്ലെങ്കിൽ ഡെസ്ക് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബ്യൂറോക്രസി എന്നൊരു പദം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങളെയും ആ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെയും ആകെ തുകയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങളെയും ആ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെ ആകെ തുകയാണ് ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ. ബ്യൂറോക്രസി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രഞ്ച് എക്കണോമിസ്റ്റായ വിൻസെന്റ് ഡി ഗൗമെ എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ്. അദ്ദേഹം ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആയിരുന്നു. വിൻസെന്റ് ഡി ഗൗമെ അദ്ദേഹമാണ് ബ്യൂറോക്രസി എന്നൊരു വാക്ക് ലോകത്ത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ബ്യൂറോക്രസി ഒരു പ്രാപഞ്ചിക സാമൂഹിക പ്രതിഭാസമാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് മാക്സ് വെബർ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക സാമൂഹിക പ്രതിഭാസമാണ് എന്ന് പറഞ്ഞതാരാണ്? മാക്സ് വെബർ ആണ്. അപ്പം ബ്യൂറോക്രസി എന്ന് ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരു എഴുത്തുമേശ അല്ലെങ്കിൽ ഡെസ്ക് എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ബ്യൂറോക്രസി എന്ന് ചോദിച്ചാൽ, ഒരു സ്ഥാപനം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശരിയായ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങളെയും ആ സ്ഥാപനത്തിന്റെ ജീവനക്കാരുടെയും ആകെ തുകയാണ് ബ്യൂറോക്രസി. ബ്യൂറോക്രസി എന്ന വാക്ക് ലോകത്താദ്യമായിട്ട് ഉപയോഗിച്ചത് ഫ്രഞ്ച് എക്കണോമിസ്റ്റായ വിൻസെന്റ് ഡി ഗൗമയാണ് ബ്യൂറോക്രസി എന്ന വാക്ക് ലോകത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബ്യൂറോക്രസി ഒരു പ്രാപഞ്ചിക സാമൂഹിക പ്രതിഭാസമാണെന്ന് പറഞ്ഞതാരാണ്? മാക്സ് വെബർ ആണ്. ഓക്കെ, ഇനി ഈ ബ്യൂറോക്രസിയുടെ സവിശേഷതകളൊന്ന് നോക്കാം. എന്തൊക്കെ സവിശേഷതകളാണ് ബ്യൂറോക്രസിക്കുള്ളത്? വൈദഗ്ധ്യം, അതേപോലെ അധികാര ശ്രേണി, നിയമങ്ങളുണ്ട്, വ്യക്തി താല്പര്യമില്ലായ്മ, നിയമിതരാകുന്ന ഉദ്യോഗസ്ഥർ. ഇതൊക്കെ ബ്യൂറോക്രസിയുടെ ഒരു സവിശേഷതകളാണെന്ന് മനസ്സിലാക്കുക. വൈദഗ്ധ്യമുണ്ട്, ബ്യൂറോക്രസിക്ക് അതിൻ്റെതായ വൈദഗ്ധ്യമുണ്ട്. അതിൻ്റെ അധികാര ശ്രേണി കാണും, ഒരു ഹയറാർക്കിക്കൽ ഓർഡർ കാണും. അതേപോലെ നിയമങ്ങൾ, ധാരാളം നിയമങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തി താല്പര്യമില്ലായ്മയുണ്ട്, ഓരോ വ്യക്തികൾക്കും താല്പര്യമില്ലായ്മ അതിൻ്റെ ഒരു ഘടകമാണ്. അതേപോലെ അതായത് ഒരു വ്യക്തിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവരും നിയമത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് എല്ലാവർക്കും ഒരേ കാര്യങ്ങളാണ് വരുന്നത്. അതാണ് വ്യക്തി താല്പര്യമില്ലായ്മ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുപോലെ നിയമിതരാകുന്ന ഉദ്യോഗസ്ഥർ, ഓരോ ഇതിന്റെ അടിസ്ഥാനത്തിൽ, എക്സാമിന്റെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്യൂറോക്രസിയിൽ എന്ത് ചെയ്യുന്നു? ഓരോരുത്തരും നിയമിതരാകുന്നു. സിമ്പിളായിക്കൊണ്ട് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ, പ്രധാനമായിട്ട് നമ്മൾ ഈ പറഞ്ഞ തന്നെ ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ രൂപമാണെന്ന് നമുക്കറിയാം. ഇത് വ്യക്തമായിട്ടുള്ള നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് നമുക്ക് മനസ്സിലായി. അതിനകത്ത് തൊഴിൽ വിഭജനം നമ്മൾ പറഞ്ഞു. ഓരോ ജീവനക്കാരും നിർദ്ദിഷ്ട ജോലികൾ അനുവദിച്ചിട്ടുണ്ടല്ലേ. അതായത് ഒരു വകുപ്പിൽ ഒരാൾ രേഖകൾ സൂക്ഷിക്കുകയാണെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? പരാതികൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഓരോ തൊഴിൽ വിഭജനങ്ങളുണ്ട് ഓരോരുത്തർക്കും. അതുപോലെ അത് അധികാര ഘടനയിൽ അടിസ്ഥാനമാണെന്ന് നമ്മൾ പറഞ്ഞു. ജീവനക്കാർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അതുപോലെ അധികാരങ്ങളുണ്ട്. ഒരു മാനേജർ
തൻ്റെ ജീവനക്കാരെ നിയന്ത്രിക്കുന്നത് നമുക്കൊരു അധികാര ഘടനയുടെ ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതേപോലെ വ്യക്തിഗത ബന്ധങ്ങളെക്കാൾ നിയമങ്ങൾക്കാണ് പ്രാധാന്യം നമ്മൾ പറഞ്ഞു. ലിഖിത രേഖകൾ, ഒരു ബ്യൂറോക്രസിക്ക് ധാരാളം ലിഖിത രേഖകളുണ്ട്. അതിന്റെ വൈദഗ്ധ്യം നമ്മൾ പറഞ്ഞു. വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ ഓരോ ബ്യൂറോക്രാറ്റുകൾക്കും അവരുടെ ജോലിയിൽ എന്തുണ്ട്, വൈദഗ്ധ്യം ആവശ്യമാണ് അല്ലെ. ഓരോ ജോലിക്കും അതിൻ്റെതായ വൈദഗ്ധ്യം ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിലേക്ക് പോവുകയാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രം ഇത് നമ്മുടെ പൊളിറ്റിക്സിൽ പറയുന്നതാണ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ഒന്ന് മനസ്സിലാക്കണം. രാഷ്ട്രതന്ത്രം രാഷ്ട്രത്തിൽ ആരംഭിക്കുകയും രാഷ്ട്രത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഗാർണർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു മികച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൽ ആരംഭിച്ച് രാഷ്ട്രത്തിൽ അവസാനിക്കുന്നു. ആര് പറഞ്ഞു? ഗാർണർ പറഞ്ഞു. രാഷ്ട്രത്തിന്റെ അടിസ്ഥാനങ്ങളെയും ഗവൺമെന്റിന്റെ തത്വങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് പോൾ ജാനറ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ്. രാഷ്ട്രത്തിന്റെ അടിസ്ഥാനങ്ങളെയും ഗവൺമെന്റിന്റെ തത്വങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? പോൾ ജാനറ്റ് ആണ്. അപ്പൊ രണ്ടുപേരെയും, ഗാർണറിനെയും മനസ്സിലാക്കണം, പോൾ ജാനറ്റിനെയും മനസ്സിലാക്കണം. ഗാർണർ എന്താ പറഞ്ഞത്? രാഷ്ട്രത്തിൽ തുടങ്ങി രാഷ്ട്രത്തിൽ അവസാനിക്കുന്നു, അതാണ് രാഷ്ട്രതന്ത്രം. രാഷ്ട്രത്തിൽ ആരംഭിച്ചു രാഷ്ട്രത്തിൽ അവസാനിച്ചു. ഗാർണർ. രാഷ്ട്രത്തിന്റെ അടിസ്ഥാനങ്ങളെയും ഗവൺമെന്റിന്റെ തത്വങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു പറഞ്ഞത് ആരാണ്? പോൾ ജാനറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ആരാണ്? അരിസ്റ്റോട്ടിൽ ആണല്ലേ. അരിസ്റ്റോട്ടിലിനെയാണ് രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുള്ള ആദ്യത്തെ കൃതിയാണ് അരിസ്റ്റോട്ടിലിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒക്കെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. രാഷ്ട്രതന്ത്രത്തെക്കുറിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ കൃതിയാണ് പൊളിറ്റിക്സ്. പേരിൽ തന്നെ ഉണ്ടല്ലേ പൊളിറ്റിക്സ്. രാഷ്ട്രതന്ത്ര ശാസ്ത്രമാണല്ലോ പൊളിറ്റിക്സ്. അപ്പോൾ ആ പേരിൽ തന്നെ ഒരു കൃതി എഴുതിയത് അരിസ്റ്റോട്ടിലാണ്. അതുകൊണ്ട് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടും വരുന്ന തലമുറയെ എന്താണ് പൊളിറ്റിക്സ് എന്ന് ആ ഒരു കൃതിയിലൂടെ മനസ്സിലാക്കി തന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ രാഷ്ട്രതന്ത്രത്തിന്റെ അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. പൊളിറ്റിക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ ലോകത്തിലെ ആദ്യത്തെ കൃതിയാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പദം ഉണ്ടായിട്ടുള്ളത് നഗരരാഷ്ട്രം എന്നർത്ഥമുള്ള പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇത് പിള്ളേരുടെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പദം ഉണ്ടായിട്ടുള്ളത് നഗരരാഷ്ട്രം എന്നർത്ഥമുള്ള പോളിസ് എന്ന ഗ്രീക്ക് വേർഡാന്ന് നോക്കണം. ഗ്രീക്ക് വേർഡാണ്. പോളിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഗ്രീക്ക് വേർഡാണ്. ഗ്രീക്ക് വേർഡായ പോളിസ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് നഗരരാഷ്ട്രം എന്ന പദം വന്നിട്ടുള്ളത്. എന്താണ് രാഷ്ട്രം? എന്താണ് സ്റ്റേറ്റ്? നിലനിൽപ്പ് എന്നർത്ഥമുള്ള സ്റ്റാറ്റസ്. ഇപ്പോൾ സ്റ്റാറ്റസിന് എന്താണ്? നിലനിൽപ്പ് എന്നാണ് അർത്ഥം. നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടത്തില്ലേ, നമ്മുടെ ആ സമയത്ത് എന്താ നമ്മുടെ തോന്നല്? അതാണ് നമ്മുടെ സ്റ്റാറ്റസ്. ഇപ്പൊ നിലനിൽപ്പ് എന്നർത്ഥമുള്ള സ്റ്റാറ്റസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന പദം ഉത്ഭവിച്ചത്. അപ്പം ആ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റോമൻ പദമാണ്. അപ്പൊ ഈ പോളിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡായിരുന്നു. അത് നമ്മൾ തിരിഞ്ഞു പോലെ ഇത് ചോദിക്കണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചോദിക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇപ്പം നമുക്ക് വരുന്നത് സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇപ്പം താഴെ പറയുന്നവയിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പദവുമായി അല്ലെങ്കിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. അതിലൊന്നാമത്തത് ഇങ്ങനെയായിരിക്കും: നഗരരാഷ്ട്രം എന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ നഗരരാഷ്ട്രം എന്നർത്ഥമുള്ള പോളിസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം ഉണ്ടായത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു റോമൻ വേർഡായ സ്റ്റേറ്റ്, ആ റോമൻ വേർഡാണെന്ന് മനസ്സിലാക്കണം. നിലനിൽപ്പ് എന്ന അർത്ഥമുള്ള സ്റ്റാറ്റസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദം ഉത്ഭവിച്ചിട്ടുള്ളത് എന്നും നമ്മൾ മനസ്സിലാക്കണം. നിലനിൽപ്പ് എന്നർത്ഥമുള്ള സ്റ്റാറ്റസ് എന്ന റോമൻ പദത്തിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദം ഉത്ഭവിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ ആദ്യമായി സ്റ്റേറ്റ് എന്ന പദം പ്രയോഗിച്ചത് മാക്കിയവെല്ലിയാണ്. മാക്കിയവെല്ലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. 16-ാം നൂറ്റാണ്ടിൽ ആദ്യമായി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പദം പ്രയോഗിച്ചത് ആരാണ്? മാക്കിയവെല്ലിയാണ്. രാഷ്ട്രസങ്കല്പത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രാചീനമായത് ദൈവിക സിദ്ധാന്തമാണെന്ന് മനസ്സിലാക്കണം.
രാഷ്ട്രസങ്കല്പത്തിന്റെ, ഒരു രാജ്യം എങ്ങനെയാണ് രൂപീകരിച്ചിട്ടുള്ളത് എന്നതിന്റെ ആ ഒരു സങ്കല്പം, അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ ഏറ്റവും പ്രാചീനമായത് ഏതാണ്? ദൈവിക സിദ്ധാന്തമാണ്. ദൈവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്, ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ് ഓരോ രാജ്യങ്ങളും രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു തിയറിയാണ് ദൈവിക സിദ്ധാന്തം. അതാണ് ഏറ്റവും പ്രാചീനമായിട്ടുള്ളത്. രാഷ്ട്രസങ്കല്പത്തിന്റെ ഉത്ഭവങ്ങളെ കുറിച്ച് ഏറ്റവും പ്രാചീനമായ സിദ്ധാന്തമാണ് ദൈവിക സിദ്ധാന്തം. പൊതുവ്യവസ്ഥാ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അത് പൊതുവായിട്ടും എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് പൊതുവ്യവസ്ഥാ സിദ്ധാന്തം. അത് അവതരിപ്പിച്ചത് ഒരു വലിയ പേരുള്ള ഒരു മനുഷ്യനാണ്. ലുഡ്വിഗ് വോൺ ബർട്ടലാൻഫി എന്നാണ് പേര്. അപ്പം ലുഡ്വിഗ് വോൺ ബർട്ടലാൻഫി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പൊതുവ്യവസ്ഥാ സിദ്ധാന്തം അതൊന്ന് മനസ്സിലാക്കണം. പൊതുവ്യവസ്ഥാ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളും അവയുടെ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പൊതുവ്യവസ്ഥാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിന്റെ പ്രവർത്തനം അതിന്റെ ഭാഗങ്ങളുടെ തുകയേക്കാൾ വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ലുഡ്വിഗ് വോൺ ബർട്ടലൻഫി, ലുഡ്വിഗ് വോൺ ബർട്ടലൻഫി, 4 പേരുകൾ ചേർന്ന ഒരു ഒറ്റ വലിയ പേര്. അപ്പൊ അദ്ദേഹത്തെ മനസ്സിലാക്കണം. ലുഡ്വിഗ് വോൺ ബർട്ടലൻഫി, അദ്ദേഹമാണ് പൊതുവ്യവസ്ഥാ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളും അവയുടെ ഘടകങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇത് ഈ പൊതുവ്യവസ്ഥാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ രാഷ്ട്രീയ സംസ്കാരത്തിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയ സംസ്കാരം, പൊളിറ്റിക്കൽ കൾച്ചർ. അതിനകത്ത് പ്രധാനമായിട്ടും 3 സംസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും 6 സംസ്കാരങ്ങളാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. ഈ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചും എല്ലാം ഒന്നുമില്ല, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോകുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലൊന്നാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം. ഓക്കെ, സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ കടമകളെക്കുറിച്ചും കൃത്യമായ ബോധമുള്ള ജനവിഭാഗം നിലനിർത്തുന്ന രാഷ്ട്രീയ മനോഭാവത്തെയാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാത്തരം ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലേ. നമ്മുടെ പുതുതലമുറ കൂടുതലും ഇപ്പം നമ്മൾ പറയുന്ന 2K കിഡ്സ് എന്നൊക്കെ പറയത്തില്ലേ, അവർ കൂടുതലും രാഷ്ട്രീയ സംസ്കാരത്തിൽ പിന്നോക്കമാണെന്ന് നമുക്ക്, ഇനി വരുന്ന തലമുറ അങ്ങനെ ആയിരിക്കും. രാഷ്ട്രീയ സംസ്കാരത്തിൽ അവർക്ക് വലിയ താല്പര്യം കാണത്തില്ല. ഉള്ളവർ കുറവായിരിക്കും, പഴയതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. അവർക്ക് കൂടുതലും നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ എന്ന് പറഞ്ഞല്ലേ. ഇപ്പം പഠിക്കാനിരുന്നാൽ തന്നെ, ഇപ്പം ഈ ക്ലാസ് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണ്. അപ്പം കുറച്ചൊരു മാക്സിമം പോയ 5 മിനിറ്റ് 10 മിനിറ്റ് ആണ് കൂടുതൽ മെജോറിറ്റി ആളുകൾ ഒരു ക്ലാസ് കേൾക്കുന്നത്. ഒരു 5 മിനിറ്റ്, ഇപ്പോൾ ഒരു മണിക്കൂറിന്റെ ക്ലാസ് ആണെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ബോറാവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് പകുതി പേർക്കും ബോറായിട്ടിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയും HS എഴുതിയെടുക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് അല്ലേ. അപ്പം പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലാസ് പ്രത്യേകിച്ച് യൂട്യൂബിൽ ഓൺ ആക്കി ഇടുമ്പോൾ നെറ്റ് ഓൺ ആക്കി ഇടണം. അപ്പൊ നെറ്റ് ഓൺ ആക്കി ഇടുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ വാട്സപ്പിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നമ്മൾ മെസ്സേജ് അയച്ചാൽ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. പിന്നെ ആ മെസ്സേജിന്റെ പുറകെ നടന്ന് പിന്നെ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു. പിന്നെ പതുക്കെ ആരെങ്കിലും പുതിയ സ്റ്റാറ്റസ് വല്ലതും ഇട്ടുണ്ടോ നോക്കും. അപ്പോൾ ആ സ്റ്റാറ്റസിലോട്ട് നമ്മളൊന്ന് നോക്കി അങ്ങനെ കുറേ നേരം ഇരുന്ന് പുതിയ സ്റ്റാറ്റസുകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാൻ പോകുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും വന്ന് നോക്കുക. അങ്ങനെ എന്ത് ചെയ്യും, നമ്മുടെ സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വേറെ എന്തെങ്കിലും വീഡിയോ കണ്ട് അങ്ങനെ നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് കുറയും. അങ്ങനെയാണ് കൂടുതലും പോകുന്നത്. പക്ഷെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ അതിലേക്ക് പോവാതെ നമ്മൾ സ്വന്തമായിട്ടിരുന്ന് നമുക്ക് ആ ലക്ഷ്യം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കാം. കഴിഞ്ഞ HS സമയത്തും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ അങ്ങനെ പഠിച്ചുകൊണ്ടാണ് എനിക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ളതാണ്. അപ്പം ഞാൻ പഠിച്ച രീതി എന്തൊക്കെയാണെന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പൊ ഇത് പറഞ്ഞു വന്നത് നമ്മുടെ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പോയിട്ട് മറ്റുള്ളതിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ ഈ പൊളിറ്റിക്സ് അതിനെക്കുറിച്ച് പറയുമ്പോൾ, രാഷ്ട്രീയ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പം ഈ സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരത്തെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ സംസ്കാരം സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരമാണ്, അല്ലെങ്കിൽ വിഷയ രാഷ്ട്രീയ സംസ്കാരമാണ്. അപ്പൊ അതില് ഇപ്പോഴത്തെ കിഡ്സിന് കൂടുതലും സോഷ്യൽ മീഡിയാസിനോടാണ് താല്പര്യം. റീൽസ് എടുക്കുക, അത് സ്റ്റോറി ഇടുക, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടുക, മറ്റുള്ളവർ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും താല്പര്യം. സ്വന്തമായിട്ട് അവർക്ക് ഒരു ചിന്തയോ അല്ലെങ്കിൽ വായിക്കുന്നത് പിള്ളേർ കുറവാണ്. പഴയ പോലെയല്ല, വായനാശീലം കുട്ടികളിൽ വളരെ കുറവാണ്. എല്ലാവരും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റിസ്റ്റ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം പഴയ തലമുറ കൂടുതലും ഈ രാഷ്ട്രീയപരമായിട്ട് വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും വ്യക്തമായ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ കടമകളെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ഒരു രാജ്യത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ടുള്ള ബോധമുള്ള ഒരു ജനവിഭാഗങ്ങൾ നിലനിർത്തുന്ന രാഷ്ട്രീയ മനോഭാവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്ജക്റ്റ് രാഷ്ട്രീയ മനോഭാവം എന്ന്, അല്ലെങ്കിൽ സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സംസ്കാരമാണ് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം. പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്നാൽ വികസിത സമൂഹങ്ങളിൽ കണ്ടുവരുന്ന ഒരുതരം രാഷ്ട്രീയ സംസ്കാരത്തെയാണ് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ശ്രേഷ്ഠവർഗ രാഷ്ട്രീയ സംസ്കാരമുണ്ട്, മറ്റൊരു സംസ്കാരമാണ് അത് ശ്രേഷ്ഠവർഗം, ഞങ്ങളുടെ വർഗം, ഓരോ വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠവർഗ രാഷ്ട്രീയ സംസ്കാരം വരുന്നുണ്ട്. അതുപോലെ ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംസ്കാരമുണ്ട്. ജാതിമത താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്നതാണ് ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. അതായത് ജാതി മത താല്പര്യങ്ങൾ, ഇപ്പൊ നമുക്ക് എന്ത് പറയാം, ഉദാഹരണമായിട്ട് ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം പറയാം, ഒരു വർഗീയ സ്ഥിതി പുലർത്തുന്ന, വർഗീയപരമായിട്ടുള്ള ഒരു മനോഭാവം വെച്ച് പുലർത്തുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ ഭരിക്കുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ നിലനിൽക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ അത്തരത്തിലൊരു ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള തീവ്രവാദികൾ ഭരിക്കപ്പെടുന്ന രാജ്യങ്ങൾ. അപ്പം അത്തരത്തിലുള്ള ആളുകളുടെ ആ ഒരു മനോഭാവം, ജാതിമത താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്നതാണ് ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംസ്കാരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ സംസ്കാരങ്ങൾ പറഞ്ഞു വരുമ്പം സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം നമ്മൾ പറഞ്ഞു, പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൻ്റെ കടമകളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധമുള്ള ജനവിഭാഗം നിലനിർത്തുന്ന രാഷ്ട്രീയ മനോഭാവമാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം. അതുപോലെ പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ വികസിത സമൂഹങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം രാഷ്ട്രീയ സംസ്കാരമാണ് പങ്കാളിത്ത രാഷ്ട്രീയ. വികസിത സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ വികസിതമായിട്ടുള്ള രാജ്യങ്ങൾ, നമുക്ക് ഇപ്പം യൂറോപ്യൻ കൺട്രീസ്, UK പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ അമേരിക്ക, അതുപോലെ അമേരിക്കൻ ഇതെടുക്കുമ്പം നോർത്ത് അമേരിക്കൻ എടുക്കുകയാണെങ്കിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ, ബ്രിട്ടൻ, അതേപോലെ സ്പെയിന്, ഫ്രാൻസ് തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ അവിടുത്തെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന അതാണ് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം അല്ലേ. അതുപോലെ ശ്രേഷ്ഠവർഗ രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ഉദാഹരണങ്ങൾ ഓരോ രാജ്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ജാതിമത താല്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്നതാണ് ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. അതുപോലെയാണ് മറ്റ് സംസ്കാരം. ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയിരിക്കും, അപ്പം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ. ഈ വീഡിയോ ഒരുപാട് പേര് കാണത്തില്ലെന്നറിയാം. നമുക്ക് HSC വളരെ കുറച്ച് ആളുകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. HSC അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ മാത്രമേ, അതിലും കുറച്ച് ആളുകൾ മാത്രമേ യൂട്യൂബ് വീഡിയോസ് കാണത്തുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിലായി. HSC ആളുകൾ വളരെ കുറവാണ്. പക്ഷേ കാണുന്നവർ എന്ത് ചെയ്യണം, ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും, പ്രധാനമായിട്ടും നമ്മൾ +1 +2 ടെക്സ്റ്റുകൾ കൂടി കവർ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ലോങ് ആയിട്ട് പോകും. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ സമയത്ത് ഫുള്ള് കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അത് ഫുള്ളും കണ്ടു തീർത്ത് നോട്ട് എഴുതി എടുത്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഇത് ചുമ്മാതെ കേട്ടിരിക്കാതെ ഞാൻ പറയുന്ന ഓരോ സെന്റൻസും ഓരോ വാക്കുകളും നിങ്ങൾ നോട്ടായിട്ട് ബുക്കിലേക്ക്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, വീഡിയോയുടെ തുടക്ക സമയത്ത്, അതായത് നമ്മൾ HSC ക്ലാസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മൾ പറയുന്നതാണ്, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഓരോ ബുക്കുകൾ വേണം. ആ ഓരോ ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെ പേര് എഴുതിയിട്ട് ആ സബ്ജക്റ്റിന്റെ കാര്യങ്ങൾ, നമ്മൾ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ എഴുതി വെച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും റിവിഷൻ ചെയ്യുകയും വേണം. അപ്പം ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയാലും നിങ്ങൾക്കിനി എന്നെ സംസാരിക്കുന്നത് കുറച്ച് പതുക്കെ സമാധാനത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ചിലർക്ക് ഇത്രയും ഇങ്ങനെ സ്ലോ ആയിട്ട് പറഞ്ഞ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോയിൽ ഓപ്ഷൻ ഉണ്ട്, സ്പീഡ് കൂട്ടിയിടാം. അപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭിക്കാം, അങ്ങനെയും ചെയ്യാം വേണമെങ്കിൽ. ഞാൻ പറഞ്ഞു വന്നത് വീഡിയോ ലോങ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സമാധാനത്തെ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളത് നോക്കി പഠിക്കുക. അടുത്താണ് ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലനിൽക്കുന്നതിനെയാണ് ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ സംസ്കാരമാണ് ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഭാഷയും വേഷവും സംസ്കാരവും വ്യത്യസ്തമായിരിക്കും. ഭാഷയും വേഷവും സംസ്കാരം എന്നാണ് ഈ ഛിന്ന ഭിന്നമായ രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായിരിക്കും. ഏകജാതീയമായ ഒരു രാഷ്ട്രീയ മനോഭാവം ഇവിടെ ദർശിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെ ഭരണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരത്തില്ല,
ഇത് മനസ്സിലാക്കാൻ വേണ്ടിയേ ഉള്ളൂ. ഏകജാതീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മനോഭാവം ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരത്തിൽ വരത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരമുണ്ട്. നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞത് ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരമാണ്. ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഒരേ രാഷ്ട്രീയ വീക്ഷണം വെച്ച് പുലർത്തുകയും രാഷ്ട്രീയ പ്രത്യയങ്ങളിൽ കണ്ണുചേരുകയും ചെയ്യുന്ന രാഷ്ട്രീയ മനോഭാവത്തെയാണ് ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാഭൂരിപക്ഷം ജനങ്ങൾ എന്താണ്? ഒരേ രാഷ്ട്രീയ വീക്ഷണം വെച്ച് പുലർത്തുകയും രാഷ്ട്രീയ പ്രത്യയങ്ങളിൽ കണ്ണുചേരുകയും ചെയ്യുന്ന രാഷ്ട്രീയ മനോഭാവത്തെയാണ് ഏകജാതീയ രാഷ്ട്രീയ സംസ്കാരം. ഇപ്പൊ ചൈനയിലൊക്കെ എന്താ പറയുക, ഒറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ അവിടെ എല്ലാവരും. അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് കൊറിയയിലൊക്കെ ഒരു ഇത് മാത്രം. അപ്പൊ ഏകപക്ഷീയമായിട്ടുള്ളവരെന്താണ്? രാഷ്ട്രീയ സംസ്കാരമാണ് അവിടെയൊക്കെ. അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരമുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുകയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് പ്രത്യയശാസ്ത്രീയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുകയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയാണല്ലോ. പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എല്ലാ മതപരം, എല്ലാവർക്കും സർവ്വസ്വാതന്ത്ര്യമുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യങ്ങൾ, ഇപ്പൊ ഉദാഹരണം ഒരുപാട് രാജ്യങ്ങൾ പറയാം. അപ്പൊ അത്തരത്തിൽ എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. അപ്പം ഇത്രയധികം രാഷ്ട്രീയ മനോഭാവങ്ങളും വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയ സംസ്കാരമാണത്. വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുകയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ രാഷ്ട്രീയ സംസ്കാരത്തെ നോക്കിയത്. സബ്ജക്റ്റ് രാഷ്ട്രീയം പറഞ്ഞു, പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിന്റെ കടമകളെക്കുറിച്ചും കൃത്യമായ ബോധമുള്ള ജനവിഭാഗം നിലനിർത്തുന്ന രാഷ്ട്രീയ മനോഭാവമാണ് സബ്ജക്റ്റ് രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ വികസിത സമൂഹങ്ങളിൽ കണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് പങ്കാളിത്ത രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. അതേപോലെ ശ്രേഷ്ഠവർഗ രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ശ്രേഷ്ഠവർഗങ്ങളുടെ സമൂഹങ്ങളിൽ കണ്ടുവരുന്നതാണത്. ജനസഞ്ചയ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതിമത താല്പര്യങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്നതാണ് ജനസഞ്ചയ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതേപോലെ ഛിന്ന ഭിന്നമായ രാഷ്ട്രീയ സംസ്കാരമുണ്ട്, വൈവിധ്യങ്ങൾ നിറഞ്ഞതാണത്. അതേപോലെ തന്നെ ഏകജാതി രാഷ്ട്രീയ സംസ്കാരം എന്നുള്ള മഹാഭൂരിപക്ഷം ജനങ്ങൾ ഒരേ രാഷ്ട്രീയ വീക്ഷണം വെച്ച് പുലർത്തുന്നവരാണ്. പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ വിവിധ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകുകയും എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഇനി രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു തുടർ പ്രക്രിയയാണ്. അതുപോലെ തന്നെ ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള ഒന്നാണ് ഈ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അതിൽ പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണമുണ്ട്, വ്യതിരിക്തമായ സാമൂഹ്യവൽക്കരണമുണ്ട് അല്ലെ. പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ തീർത്തും സ്വകാര്യമായ രീതികൾ വഴിയുള്ള മൂല്യങ്ങളുടെയും അവബോധത്തിന്റെയും കൈമാറ്റത്തെയാണ് പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കുന്ന സാമൂഹ്യവൽക്കരണത്തെ പ്രകടമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയാം. അതായത് തീർത്തും സ്വകാര്യമായ രീതികൾ വഴിയുള്ള മൂല്യങ്ങളുടെയും അവബോധത്തിന്റെയും കൈമാറ്റത്തെയാണ് പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും വിദ്യാർത്ഥികൾ ആർജിച്ചെടുക്കുന്ന സാമൂഹ്യവൽക്കരണത്തെ പ്രകടമായ രാഷ്ട്രീയ സാമൂഹ്യവൽക്കരണത്തിന് ഉദാഹരണം പറയാം. വ്യതിരിക്തമായ സാമൂഹ്യവൽക്കരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മൂല്യത്തിന്റെ സ്വാംശീകരണമാണ് ഇവിടെ വ്യതിരിക്തമായ സാമൂഹ്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മറ്റൊരു സബ്ജക്റ്റാണ് ഫെഡറലിസം. ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് പല സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംവിധാനത്തെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. നമുക്കറിയാലോ, സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് പല സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംവിധാനത്തെയാണ് നമ്മുടെ ഫെഡറലിസം എന്ന് പറയുന്നത്. ഫെഡറലിസം ഇന്ത്യയിൽ ഫെഡറലിസം ആണ്. അതുപോലെ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്താണ്? ദ്വിരാഷ്ട്രീയ സംവിധാനം ഇല്ലേ, കേന്ദ്രമുണ്ട്, അതുപോലെ കേന്ദ്രത്താൽ ഭരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമുണ്ട്, ഓരോ സംസ്ഥാനങ്ങളെയും ഭരിക്കുന്ന സംസ്ഥാന നിയമനിർമ്മാണ ഘടകമുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ, ഇത് രണ്ടുകൂടെ ദ്വിരാഷ്ട്ര സംവിധാനമാണ് ഈ ഒരു ഫെഡറലിസത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതുപോലെ വ്യക്തമായിട്ടുള്ള ഒരു വലിയ ഭരണഘടന കാണും നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന. അതുപോലെ തന്നെ ഫെഡറൽ നീതിന്യായ സംവിധാനം ഫെഡറലിസത്തിന്റെ ഒരു സവിശേഷതയാണ്. ഫെഡറലിസത്തിന്റെ സവിശേഷത എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും ഫെഡറലിസം എന്നോ അതുപോലെ തന്നെ ഫെഡറേഷൻ എന്നോ പറയുന്നില്ല. എങ്കിലും ഇന്ത്യ ഒരു അർദ്ധ ഫെഡറൽ അല്ലെ, കോസി ഫെഡറൽ ആയിട്ടാണ് വിദഗ്ധരെ വിലയിരുത്തുന്നത്. അത് നമുക്കറിയാമല്ലോ, ഇന്ത്യ ഒരു കോസി ഫെഡറൽ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും ഫെഡറലിസം എന്നോ ഫെഡറേഷൻ എന്നോ പറയുന്നില്ല. ഇനി നമ്മുടെ നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു കാര്യമാണ് ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ റിവ്യൂ സാധാരണ രീതിയിൽ കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ചതാണ്.
ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നീതിന്യായ പുനരവലോകനം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന നിയമങ്ങൾ പരിശോധിച്ച് അവ ഭരണഘടനാ അനുസൃതമാണോ എന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് നീതിന്യായ പുനരവലോകനം എന്ന് പറയുന്നത്. ഇപ്പം ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമനിർമ്മാണ സഭകളുണ്ടല്ലേ. അപ്പൊ ആ നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ രാജ്യസഭയും ലോകസഭയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു സ്റ്റേറ്റിൽ ഒരു നിയമം പാസ്സാക്കിയപ്പം അത് പാസ്സാക്കണമെങ്കിൽ ഇപ്പം നമുക്ക് ലോകസഭയിൽ അത് ഉന്നയിക്കണം. ലോകസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് രാജ്യസഭയിൽ അല്ലെങ്കിൽ വിടും, അല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന് ലോകസഭയിൽ അങ്ങനെ വിടും. അതെന്ത് ചെയ്യുന്നു? നേരെ നമ്മുടെ പ്രസിഡന്റിന് പോകുന്നു. പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ മാത്രമേ ഒരു കാര്യം നിയമമാവത്തുള്ളൂ. അപ്പൊ ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണം നടക്കുമ്പം നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്ന നിയമങ്ങൾ അത് പരിശോധിച്ച് അവ ഭരണഘടന അനുസൃതമാണോ എന്ന് പരിശോധിക്കാനുള്ള ആരുടെ അധികാരമാണ്? സുപ്രീം കോടതിയുടെ അധികാരമാണ് ഏതെന്ന് പറയുന്നത്? ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഭരണഘടനയാണ് രാജ്യത്തിന്റെ അടിസ്ഥാന നിയമം എന്ന ദർശന സിദ്ധാന്തത്തിൽ നിന്നുമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. നമുക്കറിയാലോ, നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടന അനുസൃതമാണോ എന്ന് പരിശോധിക്കുന്നത് ആരാണ്? അത് അന്തിമമായിട്ട് നിർണ്ണയിക്കുന്നത് ആരാണ്? അത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്കാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം, അല്ലെ? അപ്പൊ നീതിന്യായ പുനരവലോകനം അത് ആരുടെ അധികാരമാണ്? സുപ്രീം കോടതിയുടെ അധികാരമാണ്. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എക്കാലത്തേക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ കോടതിയുടെ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 129 കോർട്ട് ഓഫ് റെക്കോർഡിനെ കുറിച്ച് പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ കാലത്തേക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ, എക്കാലത്തേക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ കോടതിയുടെ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 129 ആണ്. 129 കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. അതേപോലെ കോടതികളുടെ മൊത്തത്തിലുള്ള നടപടിക്രമങ്ങൾ തയ്യാറാക്കുന്ന ആരാണ്? നമുക്കറിയാം, സുപ്രീം കോടതിയാണ്, അല്ലെ? കോടതികളുടെ കോടതിയാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. എല്ലാ കോടതികളുടെയും പരമോന്നത അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. അതുകൊണ്ട് കോടതികളുടെ മൊത്തത്തിലുള്ള നടപടിക്രമങ്ങൾ തയ്യാറാക്കുന്ന ആരാണ്? സുപ്രീം കോടതിയാണ്. അതേപോലെ നീതിന്യായ പുനരവലോകനം ജുഡീഷ്യൽ റിവ്യൂയുടെ അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉപയോഗിക്കാവുന്ന രീതിയിൽ കോടതിയുടെ നടപടിക്രമങ്ങളും തീരുമാനങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 129. പിന്നീട് വരുന്ന ഒന്നാണ് ജുഡീഷ്യൽ ആക്ടിവിസം. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്യാത്തതും അതുപോലെ തന്നെ അവര് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ സ്പർശിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളെ കോടതി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ഭരണഘടനാ ശില്പികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണഘടനാ ശില്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ BR അംബേദ്കർ ആണ്, അല്ലെ? അപ്പൊ അദ്ദേഹം അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ശില്പികൾ അതിനെ ഹെൽപ്പ് ചെയ്ത ആളുകളുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിട്ടിരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ അവരൊന്നും പറയാത്തത്, ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്യാത്തതും അവർ നോക്കിയിട്ടില്ലാത്തതുമായ, സംസാരിച്ചിട്ടില്ലാത്തതുമായ, സ്പർശിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ കോടതി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നുള്ള, അല്ലെ? ക്രിയാത്മകമാക്കുക, ഇടപെട്ടുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ഒന്ന് മനസ്സിലാക്കണം. എല്ലാ ജഡ്ജിമാരും കർമ്മനിരതരാണെന്ന് പറഞ്ഞത് VR കൃഷ്ണയ്യരാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. അപ്പം VR കൃഷ്ണയ്യർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഡെഫിനേഷനാണ് എല്ലാ ജഡ്ജിമാരും കർമ്മനിരതരാണെന്ന് പറഞ്ഞത് ആരാണ്? VR കൃഷ്ണയ്യരാണ്. അതുപോലെ തന്നെ സാമൂഹിക അഭിവൃദ്ധിക്ക് വേണ്ടി നിലവിലുള്ള നിയമത്തെ പുരോഗമനപരമായ കാഴ്ചപ്പാടോടുകൂടി ജഡ്ജി വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയാം എന്ന് പറഞ്ഞത് പൽഷിഗറാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? സാമൂഹിക അഭിവൃദ്ധിക്ക് വേണ്ടി നിലവിലുള്ള നിയമത്തെ പുരോഗമനപരമായ കാഴ്ചപ്പാടോടുകൂടി ജഡ്ജി വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ എന്ത് പറയാം? ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയാം. അതാര് പറഞ്ഞതാണ്? പൽഷിഗർ പറഞ്ഞതാണ്. അപ്പം VR കൃഷ്ണയ്യർ എന്താ പറഞ്ഞത്? എല്ലാ ജഡ്ജിമാരും കർമ്മനിരതരാണെന്ന് പറഞ്ഞതാണ് VR കൃഷ്ണയ്യരായിരുന്നു. പൽഷിഗർ എന്താണ് പറഞ്ഞത്? സാമൂഹിക അഭിവൃദ്ധിക്ക് വേണ്ടി നിലവിലുള്ള നിയമത്തെ പുരോഗമനപരമായ കാഴ്ചപ്പാടോടുകൂടി ജഡ്ജി വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയാം എന്ന് പറഞ്ഞതാണ് പൽഷിഗറാണ്. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്യാത്തതും സ്പർശിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളെ കോടതി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി ഈ രാഷ്ട്രീയ പാർട്ടികൾ അതേപോലെ സമ്മർദ്ദ വിഭാഗങ്ങൾ ആ ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിൽ
2698, ഇപ്പം ഏകദേശം ഒരു 2700 ആയി കാണും. എന്നാലും ഒരു ടെക്സ്റ്റിലെ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ പറയുന്നത് 2698 രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ ഏകദേശം ഒരു 2698 രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 8 ദേശീയ പാർട്ടികളും 52 സ്റ്റേറ്റ് പാർട്ടികളും ഉണ്ടെന്നും മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഒരു ബഹുപാർട്ടി രീതിയാണ് നിലവിലുള്ളത് അല്ലെ, ഒരു പാർട്ടിയല്ലല്ലോ, ഏകപക്ഷ പാർട്ടിയല്ല, ചൈനയിലെ പോലെയുള്ള സിസ്റ്റം അല്ല ഇന്ത്യയിൽ ഒരു എന്താണ് ബഹുപാർട്ടി രീതിയാണുള്ളത് അല്ലെ. അതുപോലെ തന്നെ 2 പാർട്ടികളോടെ ഉണ്ട്. എവിടെയൊക്കെയുണ്ട് 2 ദ്വിപാർട്ടി രീതിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA നമുക്ക് പറയാം, UK നമുക്ക് പറയാം അല്ലെ. അവിടെ എല്ലാം എന്താണ് ദ്വിപാർട്ടി രീതിയാണ്. ഇന്ത്യയിലെ സമ്മർദ്ദ വിഭാഗങ്ങളെ നമുക്ക് എന്തൊക്കെ വിളിക്കും? സമ്മർദ്ദ വിഭാഗങ്ങൾ, അതായത് പൊളിറ്റിക്സ് പരമായിട്ട് പ്രഷർ കൊടുക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ അധികാരികൾ എന്ന് പറയാം, അധികാരികൾക്ക്, ഗവൺമെന്റിന്, അവർക്ക് പ്രഷർ കൊടുക്കുന്ന വിഭാഗങ്ങളെ നമുക്ക് എന്തൊക്കെ പറയാം? മതം പറയാം അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, മതപരമായ ഏതെങ്കിലും വിഷയത്തിൽ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അപ്പം മതപരമായ സംഘടനകൾ ഒന്നിക്കുകയും ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യും. പൗരത്വാവകാശം നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാം. അപ്പം അത്തരത്തിൽ ഒരു പ്രശ്നം വന്നാൽ, മതത്തിൽ ഒരു കൈകടത്തൽ ഉണ്ടായി കഴിഞ്ഞാൽ, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ, മതം എന്ത് ചെയ്യുന്നു? മതത്തിലുള്ള ഒരു മതവിഭാഗം ഗവൺമെന്റിന് പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ട്രേഡ് യൂണിയനുകൾ, ഇപ്പം എല്ലാ പാർട്ടികൾക്കും ഓരോ ട്രേഡ് യൂണിയനുകളുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഇപ്പം ഭരിക്കുന്ന പാർട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ ട്രേഡ് യൂണിയനുകൾ എന്ത് ചെയ്യുന്നു? പ്രഷർ ചെയ്യുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സമ്മർദ്ദ വിഭാഗങ്ങളാണ് അല്ലെ, വിദ്യാർത്ഥി യൂണിയനുകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് നേരെ എന്തെങ്കിലും ഗവൺമെന്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വിദ്യാർത്ഥികൾ രംഗത്ത് വരുന്നു. അപ്പൊ ഇതെല്ലാം എന്താണ്? സമ്മർദ്ദ വിഭാഗങ്ങളാണ്. മതം, ട്രേഡ് യൂണിയനുകൾ, വിദ്യാർത്ഥികളൊക്കെ ഇന്ത്യയിലെ സമ്മർദ്ദ വിഭാഗങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റ് സമ്മർദ്ദ വിഭാഗങ്ങൾ നമുക്ക് നോക്കിയാൽ ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് അല്ലേ. ഉദാഹരണം കോൺഫറൻസ് ഓഫ് ഇന്ത്യ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, ചേംബർ കൊമേഴ്സ് എന്നൊക്കെ പറയുന്ന ധാരാളം ബിസിനസ് ഗ്രൂപ്പുകൾ പ്രഷർ വിഭാഗങ്ങളാണ്, സമ്മർദ്ദ വിഭാഗങ്ങളാണ്. അതുപോലെ തന്നെ കർഷക സംരംഭങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ നമ്മൾ പറഞ്ഞു, മതസംഘടനകൾ പറഞ്ഞു, ഭാഷാ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പം ഒരുപാട് ഭാഷാ ഗ്രൂപ്പുകളുണ്ട് അല്ലേ, അവര് ഗവൺമെന്റിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ട്രൈബൽ ഗ്രൂപ്പുകൾ പറയാം, പ്രൊഫഷണൽ സംഘങ്ങൾ പറയാം. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ്? പ്രഷർ ഗ്രൂപ്പ്സിന് ഉദാഹരണമായിട്ട് അറിയാം. ഇന്ത്യയിലെ സമ്മർദ്ദ വിഭാഗങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇനി ഭരണകൂടത്തിന്റെ വിവിധ രൂപങ്ങളിലേക്ക് പോവുകയാണ്. അതിൽ ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പം ഭരണകൂടങ്ങളെ വർഗീകരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അരിസ്റ്റോട്ടിലാണെന്ന് മനസ്സിലാക്കണം. അരിസ്റ്റോട്ടിലാണ് ഭരണകൂടങ്ങളെ എന്ത് ചെയ്തത്? വർഗീകരിച്ചിട്ടുള്ളത് അരിസ്റ്റോട്ടിലാണ്. എണ്ണവും ഗുണവും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഭരണകൂടത്തെ വർഗീകരിച്ചിട്ടുള്ളത്. നമ്മൾ ആൾറെഡി നേരത്തെ പറഞ്ഞതാണ്. രാഷ്ട്രതന്ത്രത്തിന്റെ പിതാവെന്നാണ് നമ്മുടെ അരിസ്റ്റോട്ടലിനെ അറിയപ്പെടുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. രാഷ്ട്രതന്ത്രത്തെ കുറിച്ചുള്ള ആദ്യത്തെ കൃതിയായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഭരണകൂടങ്ങളെ എന്ത് ചെയ്തു? വർഗീകരിക്കുകയും ചെയ്തത്. എണ്ണവും ഗുണവും അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം വർഗീകരിച്ചത്. അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി അരിസ്റ്റോട്ടിൽ ഭരണകൂടത്തെ രാജാധികാരം, കുലീനാധികാരം, ജനാധികാരം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അധികാരത്തിലിരിക്കുന്ന വ്യക്തികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തു? ഭരണകൂടത്തെ രാജാധികാരം, കുലീനാധികാരം, അതേപോലെ ജനാധികാരം എന്നിങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ജനാധിപത്യത്തിലേക്ക് പോവുകയാണ്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷ ജനാധിപത്യം എന്നും പരോക്ഷ ജനാധിപത്യം എന്നൊക്കെ നമുക്ക് ജനാധിപത്യത്തെ നമുക്ക് പ്രധാനമായിട്ടും 2ആയിട്ട് തിരിക്കാം. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതും അവർ അത് പ്രകടിപ്പിക്കുന്നതും ജനങ്ങളെല്ലാം പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിലാണ് അല്ലെ. പ്രത്യക്ഷ ജനാധിപത്യത്തിലേക്ക് നമ്മൾ വരികയാണ്. അതെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കപ്പെടുന്നതും അവർ അത് പ്രകടിപ്പിക്കുന്നതും ജനങ്ങളെല്ലാം കൂടെ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗത്തിലായിരിക്കും. ഈ സ്വിറ്റ്സർലൻഡിലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പ്രത്യക്ഷ ജനാധിപത്യമാണ്. അതിന്റെ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാഭിപ്രായം ആരായാലും ഒരു വലിയ മരത്തിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ ഒരു ഹാളിലോ ഒക്കെ വെച്ചിട്ടാണ് ഇവര് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഒരു ജനങ്ങളുടെ അഭിപ്രായം ആരായും, അതുപോലെ തന്നെ അതിന് മുൻകൈ എടുക്കും, ഭൂരിപക്ഷം നോക്കി മുൻകൈ എടുക്കുന്നു, ഹിതപരിശോധനകൾ നടത്തുന്നു, അതുപോലെ തന്നെ തിരിച്ചു വിളിക്കൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ റീകാൾ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഈ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. പരോക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പൊ ആധുനിക രാജ്യങ്ങളെല്ലാം ഉദാഹരണമായിട്ട് നമുക്ക് പറയാം പരോക്ഷ ജനാധിപത്യമാണ് അല്ലെ. അതായത് തിരഞ്ഞെടുക്കപ്പെടുന്ന ചെറിയൊരു സംഘം പ്രതിനിധികൾ ഒരു ഏജന്റ് എന്ന നിലയിൽ ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുകയും പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനെയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ആധുനിക രാജ്യങ്ങളെല്ലാം തന്നെ എന്താണ് പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമായിട്ട് പറയാം. പിന്നീട് നമ്മൾ അധികാര വികേന്ദ്രീകരണ സിദ്ധാന്തത്തിലേക്ക് പോവുകയാണ്. അധികാര വികേന്ദ്രീകരണ സിദ്ധാന്തം എന്നാൽ സർക്കാരിന്റെ വിവിധ വകുപ്പുകളായ നിയമനിർമ്മാണം, അതേപോലെ തന്നെ കാര്യനിർവഹണം, നീതിന്യായം ഇവയെല്ലാം കൂടെ പരസ്പരം വേർപെട്ട് സ്വതന്ത്രമായിട്ട് നിലകൊള്ളണം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് അധികാര വികേന്ദ്രീകരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. നമുക്കറിയാം സർക്കാരിന്റെ പ്രധാനപ്പെട്ട 3 വകുപ്പുകളാണ് നിയമനിർമ്മാണം, നീതിന്യായം, കാര്യനിർവഹണം. ഇവയൊക്കെ എന്താണ് പരസ്പരം വേർപെട്ട് സ്വതന്ത്രമായിട്ട് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് നിലനിൽക്കണമെന്ന് പറയുന്ന തിയറിയാണ് അധികാര വികേന്ദ്രീകരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. നമ്മൾ ആൾറെഡി പറഞ്ഞു, ഈ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പൊളിറ്റിക്സിന്റെ ഫാദറായിട്ടൊക്കെ അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം. ഭരണകൂടങ്ങളെ വർഗീകരിച്ചത് അരിസ്റ്റോട്ടിലാണ്. നമ്മൾ പറഞ്ഞു എണ്ണവും ഗുണവും അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം രാജാധികാരം, കുലീനാധികാരം, ജനാധികാരം എന്നിങ്ങനെ 3ആയിട്ടാണ് അദ്ദേഹം അധികാരത്തിരിക്കുന്ന വ്യക്തികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി 3ആയിട്ട് അദ്ദേഹം നമ്മുടെ ഭരണകൂടത്തെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ ധർമ്മങ്ങളെ നിയമനിർമ്മാണമെന്നും കാര്യനിർവഹണമെന്നും നീതിന്യായമാണെന്നും ഇങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് 3ആയിട്ട് തരംതിരിച്ച ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകനാരെന്ന് വെച്ചാൽ അതും ആരാണ്? അരിസ്റ്റോട്ടിലാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സർക്കാരിന്റെ ധർമ്മങ്ങളെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. മൊണ്ടസ്ക്യൂ അധികാര വികേന്ദ്രണത്തെ കുറിച്ച് തത്വം ഉന്നയിച്ചൊരു ടെക്സ്റ്റ് ഉണ്ട്, അതാണ് നിയമങ്ങളുടെ അന്തസത്ത. ഇത് നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ദ സ്പിരിറ്റ് ഓഫ് ദി ലോസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് 1748 അദ്ദേഹം മൊണ്ടസ്ക്യൂ ഈ ഒരു ടെക്സ്റ്റ് എഴുതുന്നത്. 1748 മൊണ്ടസ്ക്യൂ എഴുതിയ ടെക്സ്റ്റാണ്. അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് അദ്ദേഹം തത്വം ഉന്നയിച്ച ടെക്സ്റ്റാണ് നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ്. അത് 1748 അദ്ദേഹം എഴുതിയെന്ന് മനസ്സിലാക്കണം. സർക്കാരിന്റെ ധർമ്മങ്ങളെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തിരിച്ച ആദ്യത്തെ രാഷ്ട്രീയ ചിന്തകൻ അരിസ്റ്റോട്ടിലാണെന്ന് മനസ്സിലാക്കണം. നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിലേക്ക് പോവുകയാണ് ഇനി. ഞാനിങ്ങനെ ഓരോ ഹെഡിങ് പറയുമ്പോൾ നിങ്ങൾ ആ ഹെഡിങ് ആയിട്ട് തന്നെ എഴുതുക കേട്ടോ. നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് എഴുതുക. പാർലമെന്റ് എന്ന പദത്തിന് യഥാർത്ഥത്തിൽ ഒരു പ്രഭാഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്ന് മനസ്സിലാക്കണം. പാർലമെന്റ് എ ടോക്ക് എന്ന് മാത്രമേ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം എന്ന് മാത്രമേ പാർലമെന്റ് എന്ന പദത്തിന് യഥാർത്ഥത്തിൽ അർത്ഥമുള്ളൂ. സംസാരിക്കുക എന്ന അർത്ഥമുള്ള പാർലർ എന്ന് പറയുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് പാർലമെന്റ് എന്നൊരു വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലാറ്റിൻ ഭാഷയിൽ അല്ലെങ്കിൽ റോമൻ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ ഓരോ ഭാഷകൾ, ഓരോ പദങ്ങൾ ഡിറൈവ് ചെയ്തതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിയമനിർമ്മാണ സഭ, ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പാർലമെന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ പാർലമെന്റ് എന്ന് പറയുന്ന പദം യഥാർത്ഥത്തിൽ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു ടോക്ക് എന്ന് മാത്രമാണ് അർത്ഥം വരുന്നത്. സംസാരിക്കുക, പാർലമെന്റിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ടോക്ക് ചെയ്യല്ലേ, സംസാരിക്കുകയാണല്ലോ. അപ്പൊ സംസാരിക്കുക എന്ന അർത്ഥമുള്ള പാർലർ എന്ന ഫ്രഞ്ച് പദമാണ് കേട്ടോ. ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ഈ ഒരു പാർലമെന്റ് എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുള്ളത്. ഇനി നമുക്കറിയാം ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങളുണ്ട്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭയും ലോകസഭയും ചേർന്നാണ്. അതുപോലെ തന്നെ അല്ലേ, അങ്ങനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് നമുക്കുള്ളത്. അതുപോലെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങളുണ്ട്. അപ്പം കൃത്യമായിട്ട് ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണെന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. താഴെ പറഞ്ഞതിൽ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയെ ഉദാഹരണം ഏതൊക്കെ രാജ്യങ്ങൾ വരാം, അല്ലെങ്കിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യം എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പം ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾ പഠിക്കാം. ഫിൻലൻഡ്, നമുക്കറിയാം ഫിൻലൻഡ് നല്ലൊരു രാജ്യമാണ് അല്ലെ, യൂറോപ്യൻ കൺട്രിയാണ് ഫിൻലൻഡ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഫിൻലൻഡ്, അത് ഏറ്റവും കൂടുതൽ സമാധാനത്തിനും സന്തോഷത്തിനും ഒക്കെ ഉള്ള വികസന സൂചികൾ ഇൻഡെക്സുകളിൽ 1-ാം സ്ഥാനം വരുന്നത് എപ്പോഴും ഫിൻലൻഡ് ആയിരിക്കും. വളരെ സന്തോഷമുള്ള ആളുകളാണ്, വളരെ സന്തോഷമുള്ള ഭരണമാണ്, ജനങ്ങൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഫിൻലൻഡ്. അതൊരു ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യമാണെന്ന് മനസ്സിലാക്കണം. ന്യൂസിലൻഡ് നമുക്കറിയാം നമ്മുടെ താഴെ കിടക്കുന്ന ഒരു രാജ്യം, ഓസ്ട്രേലിയയുടെ അപ്പുറത്തായിട്ട് വരുന്ന ഒരു രാജ്യമാണ്, ഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യമാണ് ന്യൂസിലൻഡ്. വളരെ മനോഹരമായ അടിപൊളി ഒരു രാജ്യമാണ് ന്യൂസിലൻഡ് എന്ന് പറയുന്നത്. ന്യൂസിലൻഡും ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുടെ വരുന്ന രാജ്യമാണ്. അതുപോലെ സ്വീഡൻ അടിപൊളി രാജ്യമാണ്, സ്വീഡനും അടിപൊളി രാജ്യമാണ്, യൂറോപ്യൻ കൺട്രിയാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താണ്, ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. പിന്നീട് 3 രാജ്യങ്ങൾ വരുന്നുണ്ട്, ഇസ്രയേല്, ചൈന, പാകിസ്ഥാൻ.
വിഷയമുള്ള രാജ്യങ്ങളല്ലേ. അപ്പം ഒരു അന്തരീക്ഷ കലുഷിതമായിട്ടുള്ള രാജ്യങ്ങൾ, പ്രശ്നങ്ങൾ നേരിടുന്ന 3 രാജ്യങ്ങൾ. നമ്മൾ ഇത്ര നേരത്തെ പറഞ്ഞത് നല്ല അടിപൊളി രാജ്യങ്ങളാണ്. ഫിൻലൻഡ്, ന്യൂസിലൻഡ്, സ്വീഡൻ, അടിപൊളി രാജ്യങ്ങൾ. ഇത് 3ഉം ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങളാണ്. അതുപോലെ താഴെ പറഞ്ഞ അന്തരീക്ഷ കലുഷിതമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന 3 രാജ്യങ്ങളാണ് ഇസ്രായേല്, ചൈന, പാകിസ്ഥാൻ. ഈ 3 രാജ്യങ്ങളിലും എന്താണ് ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പൊ നമ്മൾ 6 രാജ്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ? ഫിൻലൻഡ്, ന്യൂസിലൻഡ്, സ്വീഡൻ, അതുപോലെ തന്നെ ഇസ്രായേല്, ചൈന, പാകിസ്ഥാൻ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾ. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾ ഉദാഹരണം നോക്കിയാൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങൾ കണ്ടെത്താം. നമുക്ക് മൊത്തം ഉള്ള രാജ്യങ്ങളെല്ലാം എടുത്തിട്ട് ഏകമണ്ഡലം ഏത്, ദ്വിമണ്ഡലം ഏത്, അതൊക്കെ ഒരുപാട് പാടാണ്. എന്നാലും പുസ്തകത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ ഉണ്ട് അല്ലെ, ഇന്ത്യ ഉണ്ട്. റഷ്യ ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസ്, നല്ലൊരു രാജ്യമാണ് ഫ്രാൻസ്. പിന്നെ നമ്മുടെ അമേരിക്ക, അതുപോലെ തന്നെ UK, യുണൈറ്റഡ് കിങ്ഡം അല്ലെ, നമ്മുടെ ഇംഗ്ലണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയാം. അപ്പം UK, അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ഇന്ത്യ ഇതെല്ലാം ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങളാണ്. നല്ല രാജ്യങ്ങളാണ് എല്ലാം. ഇന്ത്യ ഉണ്ട്, റഷ്യ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, അമേരിക്കയുണ്ട്, UK. അടിപൊളി 5 രാജ്യങ്ങൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പാർലമെന്ററി ഭരണകൂടത്തിലേക്ക് പോവുകയാണ്. ഭരണനിർവഹണ വിഭാഗം, അതായത് എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ സഭയ്ക്ക്, ലെജിസ്ലേച്ചറിന് വിധേയമായി പ്രവർത്തിക്കുന്ന ഭരണകൂടത്തെ പാർലമെന്ററി ഭരണകൂടം എന്നാണ് പറയുന്നത്. ഭരണനിർവഹണ വിഭാഗം, അതായത് എക്സിക്യൂട്ടീവ്, നിയമനിർമ്മാണ സഭയുണ്ട്, ലെജിസ്ലേച്ചർ, അതിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഭരണകൂടത്തെയാണ് പാർലമെന്ററി ഭരണകൂടം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നേരെ മനുഷ്യാവകാശങ്ങളിലേക്ക് പോവുകയാണ്. മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പൊളിറ്റിക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി അറിയാം, ജോൺ പീറ്റേഴ്സ് ഹംഫ്രി ആണ് അല്ലെ. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ പീറ്റേഴ്സ് ഹംഫ്രി. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ അന്താരാഷ്ട്ര മാഗ്ന കാർട്ടയാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് റൂസ്വെൽറ്റ്. ചോദിച്ചിട്ടുള്ളതാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ അന്താരാഷ്ട്ര മാഗ്ന കാർട്ടയാണ് എന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് റൂസ്വെൽറ്റ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട നിയമസംഹിതയാണ് UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട നിയമസംഹിത എന്ന് പറയുന്നത് UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ഇപ്പോൾ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ജോൺ പീറ്റേഴ്സ് ഹംഫ്രിയാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന് അന്താരാഷ്ട്ര മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് റൂസ്വെൽറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട നിയമസംഹിതയാണ് UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഈ UN-ന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ അല്ലെങ്കിൽ UN-ന്റെ മനുഷ്യാവകാശങ്ങളെ 6 ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. UN-ന്റെ മനുഷ്യാവകാശങ്ങളെ 6 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരുന്നത് ഏതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചതാണെന്ന് തോന്നുന്നു. ഒന്നാമത്തേതാണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം, 2 നിയമത്തിന്റെ സുരക്ഷ, 3 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 4 രാഷ്ട്രീയ അവകാശങ്ങൾ, 5 തുല്യതയ്ക്കുള്ള അവകാശങ്ങൾ, 6 വംശ സംരക്ഷണ അവകാശം. ഇങ്ങനെ 6 ഗ്രൂപ്പുകളായിട്ടാണ് UN-ന്റെ നമ്മുടെ യുണൈറ്റഡ് നേഷന്റെ മനുഷ്യാവകാശങ്ങളെ 6 ഗ്രൂപ്പുകളായിട്ടാണ് തിരിക്കുന്നത്. 1 സുരക്ഷിതത്വത്തിനുള്ള അവകാശമാണ്, 2 നിയമത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അവകാശം, 3 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 4 രാഷ്ട്രീയ അവകാശങ്ങൾ, 5 തുല്യതയ്ക്കുള്ള അവകാശങ്ങൾ, 6 വംശ സംരക്ഷണ അവകാശം. സുരക്ഷിതത്വം, നിയമം, സ്വാതന്ത്ര്യം, രാഷ്ട്രീയ അവകാശം, തുല്യതയ്ക്കുള്ള അവകാശം, വംശ സംരക്ഷണ അവകാശം. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ +1 +2 പൊളിറ്റിക്കൽ സയൻസിന്റെ ടെക്സ്റ്റിലേക്ക് പോവുകയാണ്. അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്സ് +1 +2 പൊളിറ്റിക്സിന്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും, അതായത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് വരെ നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. ആ എഴുതിയെടുത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസിൽ നമ്മുടെ സിലബസിൽ പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റാങ്ക് ഫയലുകളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സ്കൂൾ ടെക്സ്റ്റിലേക്ക് പോകാൻ. സ്കൂൾ ടെക്സ്റ്റിലേക്ക് പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു നമ്മുടെ 8, 9, 10 അത് നമ്മൾ കൂട്ടുന്നില്ല, കാരണം അത് ആൾറെഡി നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാം. എങ്കിൽ തന്നെയും അത് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള പൊളിറ്റിക്സിൻ്റെ ക്ലാസ്സുകൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായിട്ട് അത് നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആൾറെഡി മനസ്സിലാക്കി വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ +1 +2 പുസ്തകം, അതുപോലെ തന്നെ ഡിഗ്രി പൊളിറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഡിഗ്രിയുടെ ടെക്സ്റ്റുകൾ, അതൊക്കെ നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നല്ലോണം റിവിഷൻ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ സ്കൂൾ ടെക്സ്റ്റിലേക്ക് പോകാൻ. സ്കൂൾ ടെക്സ്റ്റിലും ഒരുപാട് കടൽ പോലൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ച് അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് അടുത്ത ക്ലാസ് ഇടാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്കൂൾ ടെക്സ്റ്റിൻ്റെ ഫുള്ള് ക്ലാസ് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറായിരിക്കും. അതുപോലെ തന്നെ ഫുള്ള് നമുക്ക് ബോറായിട്ട് മാറും. അതുകൊണ്ടാണ് ഇത്രയും വെച്ച് ഞാൻ നിർത്തുന്നത്. അപ്പോൾ ഇത്രയും നിർത്തി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് മാത്രം ചെയ്തു പോവാം. സ്കൂൾ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 8, 9, 10 ആൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ +1 +2 ഡിഗ്രി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് പഠിക്കുക. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.